ശ്രീ കെ.എൻ. ഉണ്ണികൃഷ്ണൻ, അങ്ങേക്ക് 7 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. സർ, 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ വികാസത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുന്ന ബജറ്റ് അവതരിപ്പിച്ച ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സർ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 1 പാർലമെൻറ്റിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റ് അനുകൂലവും തികച്ചും ജനവിരുദ്ധവുമായ ബജറ്റ് അവതരിപ്പിച്ച പശ്ചാത്തലത്തിലും അതിൻ്റെ തുടർച്ചയിലുമാണ് നമ്മുടെ ബജറ്റ് ചർച്ചയ്ക്ക് ഈ സഭ സാക്ഷ്യം വഹിക്കുന്നത്. കേന്ദ്ര ബജറ്റ് കേരളത്തോട് കടുത്ത അവഗണനയും വിവേചനവുമാണ് സാർ കാണിച്ചിട്ടുള്ളത്. ഒരു ശത്രു രാജ്യത്തിലെ ജനങ്ങളോടെന്ന പോലെ പെരുമാറുകയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളമെന്ന കാര്യം ബോധപൂർവം കേന്ദ്ര ധനമന്ത്രി വിസ്മരിക്കുകയാണ്. നമ്മൾ ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്ന എയിംസ് നമുക്ക് ലഭിച്ചില്ല. റെയിൽവേ വികസനത്തിന് കേരളത്തെ സഹായിച്ചില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനുള്ള പ്രത്യേക പാക്കേജ് നമുക്ക് അനുവദിച്ചില്ല. കേരളത്തിനുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ വിഹിതം ഉയർത്തണമെന്നുള്ള നമ്മുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടു. 41% തന്നെ അത് നിലനിർത്തുകയാണ് ചെയ്തത് സാർ. നവലിബറൽ സാമ്പത്തിക നയങ്ങളെ പുണരുന്നതും വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതുമാണ് സാർ ഈ കേന്ദ്ര ബജറ്റ്. ഇന്ത്യയിലെ സാധാരണക്കാരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നയരേഖയാണ് ഈ കേന്ദ്ര ബജറ്റ്. നമ്മൾ കേരളത്തിൽ ദാരിദ്ര്യത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് കേന്ദ്രം ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന വിചിത്രമായ കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ കേരള ബഡ്ജറ്റ് വിശകലന വിധേയമാക്കുമ്പോൾ ശ്രദ്ധേയമായ പല മാറ്റങ്ങളും കാണാൻ സാധിക്കും. സംസ്ഥാനം ഇതുവരെ കൈവരിച്ച സാമൂഹ്യ നേട്ടങ്ങളെ ആകെ സംരക്ഷിച്ച് അതിനെ വിപുലപ്പെടുത്തി ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയിലൂടെ നവകേരളം സൃഷ്ടിക്കാനുള്ള മുന്നേറ്റത്തിലാണ് കേരളം. പിന്നിട്ട 10 വർഷവും LDF സർക്കാർ നടപ്പാക്കിയ ഓരോ പദ്ധതിയും ഇതിനു വേണ്ടിയായിരുന്നു സാർ. വികസനവും സാമൂഹ്യനീതിയും ഉറപ്പാക്കി ഓരോ മലയാളിയെയും ചേർത്ത് പിടിച്ച് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുകയാണ് നാം. കേരളത്തെ എല്ലാ തലത്തിലും വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലെത്തിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയാണ് നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ച കേരള ബജറ്റിനെ കാണേണ്ടത് സാർ. അത്ഭുതകരമായ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് നമ്മുടെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിപുലമായ സാമൂഹിക സുരക്ഷാ വല തീർത്തിട്ടുള്ളൊരു ബഡ്ജറ്റാണ് നമ്മുടേത്. അഥവാ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയിട്ടുള്ള ബഡ്ജറ്റാണ്. നോക്കൂ, ക്ഷേമ പെൻഷനുകൾ, സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കായി 14,500 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. പെൻഷൻ തുക പ്രതിമാസം 2,000 രൂപയായി ഉയർത്തുകയുണ്ടായി. തൊഴിലാളി ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണിത്. ആശാപ്രവർത്തകർക്കും ആശാ വർക്കർമാർക്കും അങ്കണവാടി വർക്കർമാർക്കും പ്രതിമാസം 1000 രൂപയും അങ്കണവാടി സഹായികൾക്ക് 500 രൂപയും ഹോണറേറിയം വർദ്ധിപ്പിച്ചു. സ്ത്രീ സുരക്ഷ ഇവിടെ പലരും പരാമർശിച്ചു. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3,700 കോടി രൂപ അനുവദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റങ്ങൾ പ്രത്യക്ഷമാണ്. സൗജന്യ ഉന്നത വിദ്യാഭ്യാസം, സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബിരുദ വിദ്യാഭ്യാസം നാം പൂർണ്ണമായും സൗജന്യമാക്കിയിരിക്കുന്നു. സ്കോളർഷിപ്പ് വിഹിതം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്കോളർഷിപ്പുകൾക്കായി 370 കോടി രൂപ നീക്കിവച്ചിരിക്കുന്നു. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി മാറ്റി. സ്കൂൾ പാഠ്യപദ്ധതിയിൽ AI ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 29,000 റോബോട്ടിക്സ് കിറ്റുകൾ നാം വിതരണം ചെയ്തു. തൊഴിൽ വളർച്ചയും വ്യവസായ കുതിപ്പും ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ. IT കയറ്റുമതി, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ IT കയറ്റുമതി 8,500 കോടിയിൽ നിന്നും 26,252 കോടിയിലേക്ക് വർദ്ധിച്ചു. IT മേഖലയിലെ തൊഴിലവസരങ്ങൾ 1,55,800 ഉയർന്നു സാർ. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, ആ മേഖലയിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 800-ൽ നിന്ന് 2017 കണക്കാണ്. അതിപ്പോൾ 6,477 വർദ്ധിച്ചു 2025 സ്റ്റാർട്ടപ്പ് മിഷന് 99.52 കോടിയാണ് അനുവദിച്ചിട്ടുള്ളത്. അപൂർവ ധാതു ഇടനാഴി, വിഴിഞ്ഞം മുതൽ ചാവറ വഴി കൊച്ചി വരെ നീളുന്ന പദ്ധതിയിലൂടെ 42,000 കോടി നിക്ഷേപവും 50,000 പുതിയ തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ നമ്മുടെ ധാതുക്കളെ കൊള്ളയടിക്കുന്നതിനും കോർപ്പറേറ്റുകളെ ക്ഷണിച്ചു വരുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഈ നമ്മുടെ ധാതു സമ്പത്തിൻ്റെ പ്രാധാന്യം അറിയുന്നതിന്
ഞാനൊരു പ്രത്യേക പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് സാർ. ഡോക്ടർ MP സുകുമാരൻ നായർ എഴുതിയ കേരളത്തിലെ വ്യവസായ വികസനം ചരിത്രവും ഭാവി പരിപ്രേക്ഷ്യവും എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അതിൻ്റെ 104-ാമത്തെ പേജിൽ വളരെ തന്ത്രപ്രധാനമായ നമ്മുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൾപ്പെടെ ഉള്ള മേഖലയാണ് നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശമെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യവും പൊതുജനക്ഷേമവും ആരോഗ്യവിഹിതം ആരോഗ്യ മേഖലയ്ക്കായി ഏകദേശം 2500 കോടി രൂപ അനുവദിച്ചു. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 700 കോടി രൂപ. അതിജീവന സഹായം വയനാട് പുനരധിവാസത്തിൻ്റെ ആദ്യഘട്ടത്തിനായി 750 കോടി രൂപ. ദുരന്തബാധിത കുടുംബങ്ങളുടെ 18.75 കോടിയുടെ ബാങ്ക് ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു സാർ. അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി നിരവധി കാര്യങ്ങളാണ് ബജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നാം 100 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ലൈഫ് മിഷനിൽ ഭവനരഹിതർക്കായി ഇതുവരെ 4,81,935 വീടുകൾ പൂർത്തിയാക്കി. ഇത് ഉടൻ 5.25 ലക്ഷം കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബജറ്റ് ഒരു എൽഡർലി ഫ്രണ്ട്ലി ബജറ്റായും സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള വിപുലമായ സുരക്ഷാ കവചമായും വിലയിരുത്തപ്പെടുന്നു സാർ. വൈപ്പിൻ മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ആസ്തി വികസന പദ്ധതിക്കും പ്രത്യേക വികസന പദ്ധതിക്കും അനുവദിക്കപ്പെട്ട തുകകൾക്ക് പുറമെ കൂടുതൽ തുകകൾ അനുവദിച്ച അങ്ങയെ വൈപ്പിൻ ജനതയ്ക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്കുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. വൈപ്പിൻ ജനതയുടെ സമഗ്രമായ വികസനത്തെ മുൻനിർത്തി നടപ്പാക്കേണ്ടതും സാമ്പത്തിക പിന്തുണ ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി അങ്ങയുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് സാർ. ഒന്ന്, കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ നിലവിൽ ആലുവ ശുദ്ധീകരണശാലയിൽ വൈദ്യുതി തകരാർ പരിഹരിക്കാൻ ചില സംവിധാനങ്ങൾ ഒരുക്കണം. അതിനായി 4.5 കോടി രൂപ കേരള വാട്ടർ അതോറിറ്റിക്ക് അനുവദിക്കുകയും കേരള വാട്ടർ അതോറിറ്റി അത് KSEBക്ക് നൽകേണ്ടതുമാണ്. പള്ളിപ്പുറം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മാത്രം 12 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രത്യേകം പരിഗണിക്കണം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഡീസാലിനേഷൻ പ്ലാന്റ് എത്രയും വേഗം പൂർത്തീകരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. കടലാക്രമണത്തെ ചെറുക്കാൻ നിരവധി പഠനങ്ങൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ചെല്ലാനത്ത് ഈ അടുത്ത കാലത്ത് 400 കോടി രൂപ ടെട്രാപോഡിന് അനുവദിച്ചപ്പോൾ തൊട്ടടുത്ത മണ്ഡലമായ വൈപ്പിനെ പരിഗണിക്കാതിരുന്നത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അതുപോലെ കടലും കായലും അതിര് പങ്കിടുന്ന ടൂറിസ്റ്റ് സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ഭൂമികയാണ് വൈപ്പിൻ മണ്ഡലം. അതിൻ്റെ ടൂറിസ്റ്റ് സാധ്യതകൾ നാം നന്നായി ഉപയോഗിക്കണം. കടലിനടിയിലൂടെയുള്ളൊരു തുരങ്കപാത നമ്മുടെ തീരദേശ റോഡ് ഫോർട്ട് കൊച്ചിയിലെത്തുമ്പോൾ മുറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി 2,762 കോടി രൂപയുടെ ഒരു പദ്ധതി സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. അത് എത്രയും വേഗം നമുക്ക് നടപ്പാക്കുന്നതിനാവശ്യമായ സമ്മർദ്ദവും തുടർച്ചകളും ഉണ്ടാകണം. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തേതായ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മൾ വിഭാവനം ചെയ്യപ്പെട്ട പുതുവൈ പോഷൻ ഏരിയ അതിന് 55 ഏക്കർ സ്ഥലം നാം ഏറ്റെടുത്തിട്ടുണ്ട്. ടോക്കണായി അതിൻ്റെ പഠനങ്ങൾക്ക് വേണ്ടി 1 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതും യാഥാർത്ഥ്യമാക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു പുതിയ മാറ്റം ടൂറിസം രംഗത്ത് വരുന്നുണ്ട്. ഇന്നലെ ഹിന്ദു പത്രം സ്വീകരിച്ച കേരള ഫോർ ഓൾ കോൺക്ലേവ് എന്ന് പറയുന്ന മഹത്തായ ഒരു സമ്മേളനം ഇന്നലെ കൊച്ചിയിൽ നടക്കുകയുണ്ടായി. ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സമൂഹത്തിലെ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മേഖലയായിരിക്കണം. നമ്മുടെ എല്ലാ വിനോദസഞ്ചാരികളെപ്പോലെ അവർക്കും സന്തോഷവും അതുപോലെ കാഴ്ചകൾ കാണാനുള്ള അവകാശമുണ്ടെന്നുള്ള ആ പുതിയ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാട് നാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായി ടൂറിസം മേഖലകളിൽ വരുത്തേണ്ട മാറ്റങ്ങളും അതിനുള്ള വിഭവങ്ങൾ നാം കണ്ടെത്തണം. ക്രൂയിസ് ടൂറിസത്തിന് നല്ല പ്രാധാന്യം നൽകണം. അതിനെല്ലാം അനുയോജ്യമായ ഒരു സ്ഥലമാണ് സാർ കൊച്ചി, പ്രത്യേകിച്ച് വൈപ്പിൻ. അത് ആ നിലയിൽ പ്രത്യേകം പരിഗണിക്കപ്പെടണം എന്ന് ഞാൻ പറയുകയാണ്. മത്സ്യമേഖലയ്ക്ക് ഒരുപാട് പരിഗണനകൾ നൽകിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ടൈസം മാസ്റ്റർ അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല സാർ. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഹാർബറാണ് മുനമ്പത്ത് നിലനിൽക്കുന്നൊരു ഹാർബർ. ഞാൻ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് കാലിക്കറ്റ് IITയുടെ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. 115 കോടി രൂപ മാത്രം ചെലവ് വരുന്ന ആ പദ്ധതി സാഗർമാലയിലോ പ്രൈം മിനിസ്റ്റർ മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽപ്പെടുത്തി ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തീരുമാനങ്ങൾ എടുക്കണം. അതുപോലെ കടലോര വേലിയേറ്റം സവിശേഷ ദുരന്തമായി കണക്കാക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം എടുക്കുകയുണ്ടായി. ഞാൻ കൊടുത്ത വളരെ വിലപ്പെട്ട നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും ബഹുമാന്യനായ ശ്രീ P. രാജീവ് മന്ത്രിയും അവർ സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ് അത് പ്രത്യേകമായ തീരുമാനം വന്നത്. വൈപ്പിൻ എറണാകുളം ജില്ലയിലെ
വിവിധ മണ്ഡലങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിലും 2 minutes ഇന്നിപ്പോൾ over. കേരളത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി അത് മാറിയിട്ടുണ്ട്. അതിൽ തീർച്ചയായും ഡിസാസ്റ്റർ ഫണ്ട് മാത്രം നമുക്ക് മതിയാകില്ല. കേടുപാടുകൾ വന്ന വീടുകൾക്ക് പുറമെ വേലിയേറ്റം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കയർ ഭൂവസ്ത്രം, സംരക്ഷണ ഭിത്തികൾ ഉൾപ്പെടെ ഒരുപാട് കോടി രൂപയുടെ ചെലവുകൾ വരുന്നതാണ്. അതിനുകൂടി കൂടുതൽ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിലപാട് അവസാനിപ്പിക്കുകയാണ് സാർ. നിലപാട് സ്വീകരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി പറയുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട് ഇവിടെ എല്ലാവരും തുറന്നു കാണിക്കുകയുണ്ടായി. നമ്മൾ അവതരിപ്പിക്കപ്പെട്ട ഈ ബജറ്റൊന്നും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ പോകുന്നില്ലെന്നും അവർ അധികാരത്തിൽ വന്നാൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്നെല്ലാമുള്ള കാര്യങ്ങൾ അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ഇവിടെ ആൻസലൻ MLA പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ബഹുജനാടിത്തറയെ വിലയിരുത്തുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് ഫീനിക്സ് പക്ഷിയെപ്പോലെ വീണ്ടും അത് ഉയർത്തെഴുന്നേൽക്കുകയും ഈ സർക്കാരിനൊരു മൂന്നാമത് ഊഴവും ലഭിക്കും. അതുകൊണ്ട് ഈ കട്ടിൽ കണ്ട് പനിക്കേണ്ടതില്ല പ്രതിപക്ഷം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബജറ്റ് പ്രസംഗത്തെയും ബജറ്റിനെയും ഞാൻ അനുകൂലിക്കുന്നു. നന്ദി, നമസ്കാരം.